Hi, welcome to Analysis by NAD. Today we will discuss about the topic Ignou, MA Psychology, Personality Theories and Assessment, Block 1, Unit 1, Definition and Concept of Personality and Personality Development. So let's start. Introduction. For laypersons, the term personality is often understood in terms of being good looking, attractive, etc. They go by the impression created by the person concerned. The ability to talk and interact with others pleasantly, in addition to being good looking, would make others say that the person concerned has a good personality. Persons who do not have good looks or not well dressed or do not interact adequately are considered to have poor personality. But scientifically, this is not a true concept of personality. നമ്മുടെ കൺസെപ്റ്റിലുള്ള പേഴ്സണാലിറ്റി എങ്ങനെയുള്ളതാണ്? ഗുഡ് ലുക്കിംഗ് ആയിരിക്കണം, ഇംപ്രഷൻഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ആയിരിക്കണം, മറ്റുള്ളവരെ കാണുമ്പോൾ വളരെ ഇംപ്രസീവായിട്ട് സംസാരിക്കുക, അവരുടെ ഡ്രസ്സിങ്, അവരുടെ ഹെയർ സ്റ്റൈൽ നീറ്റ് ആൻഡ് ക്ലീൻ ആണെങ്കിൽ, അല്ലെങ്കിൽ മറ്റുള്ളവരോട് എങ്ങനെയാണോ സംസാരിക്കുന്നത്, മറ്റുള്ളവരോട് എങ്ങനെയാണോ പെരുമാറുന്നത്, ഇതൊക്കെയാണ് ഒരു ഗുഡ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പുവർ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഒരു ബാഡ് പേഴ്സണാലിറ്റി ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? ഗുഡ് ലുക്കിംഗ് അല്ലാത്ത, വെൽ ഡ്രസ്ഡ് അല്ലാത്ത, അല്ലെങ്കിൽ ആരുമായിട്ട് അധികം ഇൻറ്ററാക്ട് ചെയ്യാതെ, കൺസിഡർ ചെയ്യാതെ ഇരിക്കുന്നവരെയൊക്കെയാണ് നമ്മൾ പുവർ പേഴ്സണാലിറ്റി ആയിട്ട് കാണുന്നത്. പക്ഷേ സയൻറ്റിഫിക്കലി അതല്ല ഒരു ട്രൂ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. ഒരു ട്രൂ കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി അതല്ല. ഇൻ ഫാക്ട്, സൈക്കോളജിസ്റ്റ് കൺസിഡർ എനി അറ്റംപ്റ്റ് ടു ഡിഫൈൻ പേഴ്സണാലിറ്റി ഇൻ ടേംസ് ഓഫ് സോഷ്യൽ അട്രാക്റ്റീവ്നെസ് ഇൻഅഡിക്വേറ്റ് ബിക്കോസ് ഓഫ് ടു റീസൺസ്. First, it limits the number and types of behaviors considered important and worthy for incorporation into the study of personality. Second, such notion carries the absurd implication that some people who have unique abilities and temperament traits are devoid of having a personality. In this unit, we will be dealing with the definition of personality as put forward by psychologists. Definition of personality will be presented as given by Gordon Allport, and there will be a discussion of the concept of personality development. Under personality development, various factors contributing to the same will be discussed, including the biological, psychological and environmental factors. സോ നമുക്ക് ഈ ഒരു യൂണിറ്റിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഏതൊക്കെയായിരിക്കും? എന്താണ് പേഴ്സണാലിറ്റി? അതിൻ്റെ നാച്ചുറിനെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യാൻ പറ്റും. അതുപോലെ എലൂസിഡേറ്റ് ദ കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി, ലിസ്റ്റ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഫീച്ചേഴ്സ് ഓഫ് പേഴ്സണാലിറ്റി, എക്സ്പ്ലെയിൻ ദ ഫാക്ടേഴ്സ് ദാറ്റ് കോൺട്രിബ്യൂട്ട് ടു ദ ഡെവലപ്മെൻറ്റ് ഓഫ് പേഴ്സണാലിറ്റി ആൻഡ് ഐഡൻറ്റിഫൈ ദ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്. ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിലൂടെ പഠിക്കാൻ പോകുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഡെഫിനിഷൻ ആൻഡ് കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി. ദ ടേം പേഴ്സണാലിറ്റി ഈസ് ഓഫൻ അണ്ടർസ്റ്റുഡ് ഇൻ ടേംസ് ഓഫ് സോഷ്യൽ അട്രാക്റ്റീവ്നെസ്. എ ഗുഡ് പേഴ്സണാലിറ്റി ഈസ് considered to be one who impresses other people and who has the ability to get on well with others. Those who do not possess such ability are said to have relatively poor personality. However, if one considers personality from a scientific point of view, being attractive to others is not a true concept of personality. In fact, psychologists considered any attempt to define personality in terms of social attractiveness as inadequate because of two reasons. രണ്ട് റീസൺ കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? പേഴ്സണാലിറ്റിയെ സയൻറ്റിഫിക് ആയിട്ട് കൺസിഡർ ചെയ്യാത്തത്. എങ്ങനെയുള്ള ഇംപ്രസീവ് ആയിട്ടുള്ള, ഗുഡ് ലുക്കിംഗ് ആയിട്ടുള്ള, അതൊന്നും അല്ല എന്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. സോ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇറ്റ് ലിമിറ്റ്സ് ദ നമ്പർ ആൻഡ് ടൈപ്സ് ഓഫ് ബിഹേവിയേഴ്സ് കൺസിഡേർഡ് ഇമ്പോർട്ടൻറ്റ് ആൻഡ് വർത്തി ഫോർ ഇൻകോർപ്പറേഷൻ ഇൻ ടു ദ സ്റ്റഡി ഓഫ് പേഴ്സണാലിറ്റി. രണ്ടാമത്തത്, such a notion implies that some people who have unique abilities, temperament and traits are devoid of having personality. Psychologists have attempted to explain the concept of personality in terms of individuality and consistency. Psychologists attempt ചെയ്യുന്നത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് പേഴ്സണാലിറ്റി ഇൻ ടേംസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി, ഓരോ വ്യക്തികളുടെയും ഇൻഡിവിജ്വാലിറ്റിക്ക് അനുസരിച്ചും അവരുടെ സ്ഥിരതയ്ക്കനുസരിച്ചുമാണ്, കൺസിസ്റ്റൻസിക്ക് അനുസരിച്ചുമാണ്. സോ വി ഓഫൻ ഒബ്സർവ് ദാറ്റ് പീപ്പിൾ ഡിഫർ എ ഗ്രേറ്റ് ഡീൽ ഇൻ ദ വേസ് ദേ തിങ്ക്, സോ ഫീൽ ആൻഡ് ആക്ട്, ആൻഡ് ദാറ്റ് ടു ഡിഫറെൻറ്റ് ഓർ ഈവൻ സെയിം സിറ്റുവേഷൻ. ദിസ് ഡിസ്റ്റിങ്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഹെൽപ്സ് വൺ ടു ഡിഫൈൻ വൺസ് ഐഡൻറ്റിറ്റി. Commenting upon the notion of individuality, it has been said that each of us in certain respect is like all other persons. Like some other persons, like no other persons who has been in the past or will be existing in future. ഓരോ വ്യക്തികളുടെയും ഇൻഡിവിജ്വാലിറ്റിയും കൺസിസ്റ്റൻസിയും നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? സൈക്കോളജിസ്റ്റ്
കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. വി ഓഫൻലി ഒബ്സർവ് ദാറ്റ് പീപ്പിൾ ഡിഫർ എ ഗ്രേറ്റ് ഡീൽ ഇൻ ദ വേ ദേ തിങ്ക്. ഓരോ വ്യക്തികളും എന്ത് ചെയ്യുന്നുണ്ട്, ഓരോരുത്തരും വ്യത്യസ്ത രീതിയിലാണ് ചിന്തിക്കുന്നത്. ഫീൽ ആൻഡ് ആക്ട് ആൻഡ് ദാറ്റ് ടു ഡിഫറെൻറ്റ് ഓർ ഈവൻ സെയിം സിറ്റുവേഷൻസ് കൊടുത്തു കഴിഞ്ഞാലും അവർ വ്യത്യസ്ത രീതിയിലാണ് എന്ത് ചെയ്യുന്നത്, അതിനെയെല്ലാം കാണുന്നത്. സോ ദിസ് ഡിസ്റ്റിങ്ക്റ്റീവ് പാറ്റേൺ ഓഫ് ബിഹേവിയർ ഹെൽപ്സ് വൺ ടു ഡിഫൈൻ വൺസ് ഐഡൻറ്റിറ്റി. അതുകൊണ്ട് തന്നെ ഈ ഡിസ്റ്റിങ്ക്റ്റീവ് ഫീച്ചറാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യസ്തമായ രീതിയിലാണ് ഓരോ വ്യക്തികളും ഒരേ സാഹചര്യത്തെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്ത് ചെയ്യാൻ പറ്റുന്നത്, അവരുടെ ഐഡൻറ്റിറ്റി നമുക്ക് വെളിവാക്കാൻ പറ്റുന്നത്. അനദർ ഇമ്പോർട്ടൻറ്റ് നോഷൻ ഇൻ ഡിഫൈനിങ് ദ കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി ഈസ് കൺസിസ്റ്റൻസി. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ക്യാൻ ബി സ്റ്റേറ്റഡ് ദാറ്റ് ദ കൺസെപ്റ്റ് ഓഫ് പേഴ്സണാലിറ്റി also rests on the observation that a person seems to behave somewhat consistently in different situations over different time. From this observation of perceived consistency comes the notion of personality traits that determine the way of responding to one's world. ഡിഫറെൻറ്റ് സമയത്തിനനുസരിച്ച്, ഡിഫറെൻറ്റ് സിറ്റുവേഷൻ അനുസരിച്ച് ഒരു വ്യക്തിക്ക് സ്ഥിരമായിട്ടൊരു പേഴ്സണാലിറ്റി തന്നെ നിലനിർത്താൻ കഴിയുന്നുണ്ടോ എന്നുള്ളതെല്ലാം നോക്കിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോ വ്യക്തികളുടെയും പേഴ്സണാലിറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. ഫ്രം ദിസ് ഒബ്സർവേഷൻ ഓഫ് പെർസീവ്ഡ് കൺസിസ്റ്റൻസി കംസ് ദ നോഷൻ ഓഫ് പേഴ്സണാലിറ്റി ട്രേറ്റ്സ് ദാറ്റ് ഡിറ്റർമൈൻ ദ വേ ഓഫ് റെസ്പോണ്ടിങ് ടു വൺസ് വേൾഡ്. അതായത് ഒരു ഒബ്സർവേഷനിൽ നമ്മൾ പെർസീവ് ചെയ്യാണ് ആ ഒരു വ്യക്തിയുടെ കൺസിസ്റ്റൻസി എങ്ങനെയുള്ള രീതിയിലാണ് വരുന്നത് എന്നുണ്ടെങ്കിൽ അതിൻ്റെ പേഴ്സണാലിറ്റി ട്രേറ്റ്സിനനുസരിച്ചായിരിക്കും എന്ത് ചെയ്യുന്നത്, ആ ഒരു വ്യക്തിയെ ഓരോ സിറ്റുവേഷൻ അനുസരിച്ച് എങ്ങനെയാണ് വേൾഡിൽ റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. സോ കമ്പൈനിങ് ദീസ് നോഷൻസ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ആൻഡ് കൺസിസ്റ്റൻസി, പേഴ്സണാലിറ്റി ക്യാൻ ബി ഡിഫൈൻഡ് ആസ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് ആൻഡ് യുണീക്ക് വേസ് ഇൻ വിച്ച് ഈച്ച് ഇൻഡിവിജ്വൽ തിങ്സ്, ഫീൽസ് ആൻഡ് ആക്ട്. ഓരോ വ്യക്തിയുടെയും ത്രൂ ഔട്ട് ലൈഫിലുള്ള റെസ്പോൺസുകളും അതുപോലെ അവരുടെ ആക്റ്റും, അവരുടെ എന്താണ് ചിന്തിക്കുന്നത്, അവരെന്തൊക്കെയാണ് ഫീൽ ചെയ്യുന്നത്, അവർ ഏത് രീതിയിലാണോ ആക്ട് ചെയ്യുന്നത്, അതിൻ്റെ എല്ലാം യുണീക്കായിട്ടുള്ള ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിഫൈൻ ചെയ്യുമ്പോഴാണ്, അതുപോലെ തന്നെ അവരുടെ പേഴ്സണാലിറ്റിയുടെ ഇൻഡിവിജ്വാലിറ്റിയും അവരുടെ കൺസിസ്റ്റൻസിയുമാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പേഴ്സണാലിറ്റി മനസ്സിലാക്കാൻ വേണ്ടി സഹായിക്കുന്നത്. കമ്പൈനിങ് നോഷൻ ഓഫ് ഇൻഡിവിജ്വാലിറ്റിയും കൺസിസ്റ്റൻസിയുമാണ് എന്ത് ചെയ്യുന്നത്, പേഴ്സണാലിറ്റിനെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റുക. അത് ഡിസ്റ്റിങ്ക്റ്റീവ് ആയിട്ടുള്ള യുണീക്കായിട്ടുള്ള വേയിലൂടെ ആ ഒരു വ്യക്തി ചിന്തിക്കുന്ന, ഫീൽ ചെയ്യുന്ന, ആക്ട് ചെയ്യുന്ന, അത് കാറ്ററൈസ് ചെയ്യുന്ന ആ പേഴ്സൻ്റെ റെസ്പോണ്ടുകൾ, ത്രൂ ഔട്ട് ലൈഫിലുള്ള അവരുടെ റെസ്പോൺസുകളാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ പേഴ്സണാലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്. ഇൻ അതർ വേർഡ്സ്, ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് ദ പേഴ്സണാലിറ്റി റിഫേഴ്സ് ടു ഓൾ ദോസ് റിലേറ്റീവ്ലി പെർമനൻറ്റ് ട്രേറ്റ്സ്. മറ്റുള്ളൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഇറ്റ് ക്യാൻ ബി സെഡ് ദാറ്റ് പേഴ്സണാലിറ്റി റെഫേഴ്സ് ടു ഓൾ ദോസ് റിലേറ്റീവ്ലി പെർമനൻറ്റ് ട്രേറ്റ്സ്, ഡിസ്പൊസിഷൻസ് ഓർ ക്യാരക്ടറിസ്റ്റിക്സ് വിത്തിൻ ദ പേഴ്സൺ ദാറ്റ് ഗിവ് സം മെഷർ ഓഫ് കൺസിസ്റ്റൻസി ടു അതർ പേഴ്സൺസ് ബിഹേവിയർ. These traits may be unique, common to some group or share by the entire species, but their pattern will be different from individual to individual. പേഴ്സണാലിറ്റി നമുക്ക് റെഫർ ചെയ്യാൻ പറ്റും. അതായത് പെർമനൻറ്റ് ട്രേറ്റ് ഉണ്ടാവും ഓരോ വ്യക്തികൾക്കും, ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ചും ആ ഒരു ട്രേറ്റിൽ വ്യത്യാസം ഉണ്ടാവും. സോ അതിൻ്റെ ഡിസ്പോസിഷൻസ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതെല്ലാം ഒരു പേഴ്സൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളാണ്. സോ അതിൽ നിന്നും എല്ലാം നമുക്ക് ചില മെഷേഴ്സ് കിട്ടും. അതുപോലെ അവരുടെ കൺസിസ്റ്റൻസി ടു എ പേഴ്സൺസ് ബിഹേവിയർ, ആ ഒരു പേഴ്സൻ്റെ ബിഹേവിയറിലെ കൺസിസ്റ്റൻസി എല്ലാം നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഈ ഒരു ട്രേറ്റ്സ് ചിലപ്പോൾ യുണീക്ക് ആയിരിക്കും, അവർക്ക് മാത്രമുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ട്രേറ്റ് ആയിരിക്കും അത്. കോമൺ ടു സം ഗ്രൂപ്പ്സ് ഓർ ഷെയർഡ് ബൈ ദ എൻറ്റയർ സ്പീഷീസ്, ബട്ട് ദിയർ പാറ്റേൺ വിൽ ബി ഡിഫറെൻറ്റ് ഫ്രം ഇൻഡിവിജ്വൽ ടു ഇൻഡിവിജ്വൽ. അവരുടെ ട്രേറ്റ് ചിലപ്പോൾ സെയിം ആയിരിക്കും, അവരുടെ ഗ്രൂപ്പ്സ്, അവരുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും ഷെയർ ചെയ്തിട്ടുള്ള, അതായത് പാരമ്പര്യമായിട്ടുള്ള ആ ഒരു ഷെയറിങ്ങിലൂടെ അവർക്ക് കിട്ടിയ ട്രേറ്റ് ആയിരിക്കാം. പക്ഷേ ഒരു പാറ്റേണിലായിരിക്കും, ആ ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച് അതിൻ്റെ പാറ്റേണിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അവരുടെ എൻവയോൺമെൻറ്റൽ ഡിഫറൻസും അവരുടെ ഇൻ്ററാക്ഷൻസും എല്ലാം എന്ത് ചെയ്യാം, ആ ഒരു ട്രേറ്റിൻ്റെ വേരിയേഷൻസ് വരുത്തിയിട്ടുണ്ടാവും. കാര്യം ട്രേറ്റ് എല്ലാം ചിലപ്പോൾ അവർക്ക് കിട്ടുന്നത് സെയിം ആയിട്ടായിരിക്കും, പക്ഷേ അതിൻ്റെ പാറ്റേണിൽ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ്. ഓരോ ഇൻഡിവിജ്വലിനനുസരിച്ച് അത് മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതാണ്. സോ തോട്ട്സ് ആൻഡ് ഫീലിംഗ്സ് ആൻഡ് ആക്ഷൻസ് ദാറ്റ് ആർ പെർസീവ്ഡ് ആസ് റിഫ്ലക്റ്റിംഗ് ആൻ ഇൻഡിവിജ്വൽസ് പേഴ്സണാലിറ്റി ടിപ്പിക്കലി ഹാവ് 3 ക്യാരക്ടറിസ്റ്റിക്സ്. അതായത് ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും പേഴ്സണാലിറ്റി പെർസീവ് ചെയ്യുന്ന അതിൻ്റെ റിഫ്ലക്ഷൻ്റെ അനുസരിച്ച് അവരുടെ തോട്ട്സും ഫീലിംഗ്സും ആക്ഷൻസും എല്ലാം പെർസീവ് ചെയ്യുന്ന, റിഫ്ലക്ഷൻ ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 3 ക്യാരക്ടറിസ്റ്റിക്സ് ആണുള്ളത്. ഒന്നാമതാണ് തോട്ട്സ്. Feelings and actions are considered as behavioral components of identify that make distinction between individuals. തോട്ട്സും ഫീലിങ്സും ആക്ഷൻസും എല്ലാം കൺസിഡർ ചെയ്യുന്നത് ഒരു ബിഹേവിയറൽ കോമ്പണൻസ് ആയിട്ടാണ്, അതായത് ഐഡൻറ്റിറ്റി ആയിട്ടാണ്. ഓരോ ഇൻഡിവിജ്വൽസിൻ്റെയും ഐഡൻറ്റിറ്റിയും അതുപോലെ അവരുടെ ബിഹേവിയറൽ കോമ്പണൻസിനെയും കൺസിഡർ ചെയ്യുന്നത് അവരുടെ തോട്ട്സ്, അവരുടെ ഫീലിങ്സ്, അവരുടെ ആക്ഷൻസിനെയൊക്കെ വെച്ചിട്ടാണ്. സോ സെക്കൻഡ് വൺ, ബിഹേവിയേഴ്സ് ആർ വ്യൂഡ് ആസ് ബീങ്
primarily caused by internal rather than environmental factors. ബിഹേവിയേഴ്സ് നമുക്ക് കാണാൻ പറ്റുക, പ്രൈമറിലി കാണാൻ പറ്റുക അത് കോസ് ചെയ്യുന്നത് ഇൻറ്റേർണൽ ആണ് കൂടുതലായിട്ടും. അതായത് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിനെക്കാട്ടിലും കൂടുതൽ ബിഹേവിയേഴ്സിനെ സ്വാധീനിക്കുന്നത് എന്താണ്? ഇൻറ്റേർണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങളാണെന്നുള്ളതാണ്. സോ ദ ബിഹേവിയർ ഓഫ് ദ പേഴ്സൺ സീം ടു ഹാവ് ഓർഗനൈസേഷൻ ആൻഡ് സ്ട്രക്ചർ. അതായത് ഒരു വ്യക്തിയുടെ ബിഹേവിയർ എന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നത് അതിന് ഒരു ഓർഗനൈസേഷനിലും അതുപോലെ ഒരു സ്ട്രക്ചറിലുമായിട്ടായിരിക്കും അവരുടെ ബിഹേവിയർ നമുക്ക് കാണാൻ പറ്റുക. സോ ദ ബിഹേവിയേഴ്സ് ഓഫ് ആൻ ഇൻഡിവിജ്വൽ സീം ടു ഫിറ്റ് ടുഗെദർ ഇൻ എ മീനിങ് വേ. ഇറ്റ് ഈസ് ടു ബി കെപ്റ്റ് ഇൻ മൈൻഡ് ദാറ്റ് ദ നാച്ചർ ഓഫ് ബിഹേവിയേഴ്സ് ഈസ് ഡൈനാമിക് ആൻഡ് ദർ മേ ഒക്കർ ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻസ് ആൻഡ് സ്ട്രക്ചർ ഓഫ് ബിഹേവിയേഴ്സ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ഓരോ വ്യക്തികളുടെയും ബിഹേവിയേഴ്സ് എന്ത് ചെയ്യും? സമയത്തിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതാണ്. സോ ദ നാച്ചർ ഓഫ് ബിഹേവിയേഴ്സ് ഈസ് ഡൈനാമിക്, അത് ഡൈനാമിക് ആണെന്നുള്ളതാണ്. ആൻഡ് ദേ മേ ഒക്കർ ചേഞ്ചസ് ഇൻ ദ ഓർഗനൈസേഷൻ, അതിൻ്റെ ഓർഗനൈസേഷനിലും അതിൻ്റെ സ്ട്രക്ചറിലും എല്ലാം ആ ഒരു ബിഹേവിയറിൻ്റെ പാറ്റേൺസിലും എല്ലാം എന്ത് ചെയ്തിട്ടുണ്ടാവും? ഡിഫറൻസ് വരും പീരീഡ് ഓഫ് ടൈമിനനുസരിച്ച്. ഇറ്റ് ഈസ് ഇൻ ദ സെൻസ് ദാറ്റ് Allport 1937-1961 defined personality as the dynamic organization within the person of the psychophysical systems that determine the unique adjustment to one's environment. ഓരോ വ്യക്തികൾക്കും യുണീക്ക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഉണ്ടാവുക. സോ നമ്മളൊരു എൻവയോൺമെൻറ്റിൽ ഏത് രീതിയിലാണോ ജീവിക്കുന്നത് അതിനനുസരിച്ച് നമ്മുടെ വ്യക്തിത്വം എന്ത് ചെയ്യും? അതിനനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമാകും എന്നുള്ളതാണ്. സോ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഡൈനാമിക് ഓർഗനൈസേഷനാണ് വിത്തിൻ ദ പേഴ്സൺ ആൻഡ് സൈക്കോഫിസിക്കൽ സിസ്റ്റംസ്, സൈക്കോഫിസിക്കൽ ആയിട്ടുള്ള സിസ്റ്റംസിലും അതുപോലെ തന്നെ അത് ഡിറ്റർമൈൻ ചെയ്യുന്നത് യുണീക്ക് ആയിട്ടുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളാണ് ഓരോ വ്യക്തികളിലും ഉണ്ടാകുന്നത് അവരുടെ എൻവയോൺമെൻറ്റിനനുസരിച്ച്. സോ ദിസ് സജസ്റ്റ് ദാറ്റ് ദർ ഈസ് ആൻ ഇന്നർ പേഴ്സണാലിറ്റി ദാറ്റ് ഗൈഡ്സ് ആൻഡ് ഡിറക്ട്സ് ഇൻഡിവിജ്വൽസ് ബിഹേവിയർ. അതായത് നമ്മുടെ ഉള്ളിലെല്ലാം ഒരു ഇന്നർ പേഴ്സണാലിറ്റി ഉണ്ട്, അത് നമ്മളെ ഗൈഡ് ചെയ്യും, ഡിറക്റ്റ് ചെയ്യും ഇൻഡിവിജ്വലിൻ്റെ ബിഹേവിയറിലേക്ക്. Allport, the man who has done more than anyone to shed light on the myriad meaning of the term personality, analyzed 50 definitions of personality and finally put forward his own definition of personality mentioned above. Allport, the man who has done more than anyone to shed light on the myriad meaning of the term personality, analyzed 50 definitions of personality. പക്ഷേ ഫൈനലി എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു ഡെഫിനിഷനായിട്ട് മേലെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഡെഫിനിഷനിലേക്ക് എത്തുകയാണ് ചെയ്തത്. ഫോർ ബെറ്റർ ഡിസ്റ്റിങ്ക്റ്റ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ടേം പേഴ്സണാലിറ്റി ഇറ്റ് ഈസ് എസെൻഷ്യൽ ദാറ്റ് ഇറ്റ് ഷുഡ് നോട്ട് ബി കൺഫ്യൂസ്ഡ് വിത്ത് ദ ക്യാരക്ടർ ആൻഡ് ടെമ്പറമെൻറ്റ്. ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്വഭാവം എന്നുള്ള രീതിയിലൊക്കെ പറയാം. ടെമ്പറാമെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുണവിശേഷം എന്നുള്ളൊരു മീനിങ് ആണ്. പേഴ്സണാലിറ്റി ടേം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തായാലും എന്ത് ചെയ്യണം? കൺഫ്യൂഷൻ ഉണ്ടാവരുത് ഈ രണ്ട് ടേംസിൽ, ക്യാരക്ടറും അതുപോലെ ടെമ്പറാമെൻറ്റും തമ്മിൽ. വൈൽ ദ ടേം ക്യാരക്ടർ റെഫേഴ്സ് ടു ദ വാല്യൂ ജഡ്ജ്മെൻറ്റ്സ് ആണ് വിച്ച് ആർ മെയ്ഡ് അബവ് എ പേഴ്സൺസ് മോറൽ വാല്യൂസ് ഓർ എത്തിക്കൽ ബിഹേവിയർ. ഒരു വ്യക്തിയുടെ മോറൽ വാല്യൂസോ അല്ലെങ്കിൽ എത്തിക്കൽ ബിഹേവിയേഴ്സിനെയൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? വാല്യൂ ജഡ്ജ്മെൻ്റ് ആണ് ക്യാരക്ടർ എന്ന് പറയുന്നത്. പക്ഷേ ദ ടേം ടെമ്പറാമെൻറ്റ് റെഫേഴ്സ് ടു ദ ഇൻബോൺ എൻഡ്യൂറിങ് ക്യാരക്ടറിസ്റ്റിക്സ് സച്ച് ആസ് അഡാപ്റ്റബിലിറ്റി, ഇറിറ്റേറ്റബിലിറ്റി എക്സെട്ര. അതായത് അതിൻ്റെ ഒരു ഗുണവിശേഷങ്ങളെക്കുറിച്ചാണ് ടെമ്പറാമെൻറ്റ് ചർച്ച ചെയ്യുന്നത്. അതിൻ്റെ അഡാപ്റ്റബിലിറ്റി, അതിനെ അഡാപ്റ്റേഷൻ ചെയ്യാനുള്ള ഒരു കഴിവ്. അഡാപ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളതിൽ ചേരുക എന്നുള്ള രീതിയിലുള്ള ഒരു മീനിങ് ആണ്. ഇറിറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആ ഒരു രീതിയിലുള്ള സെൻസാണ്. പെട്ടെന്ന് ഇറിറ്റേറ്റ് ആവും, ദേഷ്യം വരും, കോപം വരും, അതൊക്കെയാണ്. ഓക്കെ, സോ ദ ക്യാരക്ടർ ആൻഡ് ടെമ്പറമെൻറ്റ് ആർ വൈറ്റൽ പാർട്സ് ഓഫ് പേഴ്സണാലിറ്റി. സോ പേഴ്സണാലിറ്റിയുടെ വൈറ്റൽ പാർട്സ് ആണ് ഇതൊക്കെ ക്യാരക്ടറും ടെമ്പറമെൻറ്റും എന്ന് പറയുന്നത്. ക്യാരക്ടറും ടെമ്പറമെൻറ്റും അതിൻ്റെ വൈറ്റൽ പാർട്സ്, അതായത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഭാഗങ്ങളാണെന്നുള്ളതാണ്. ഓക്കെ.